പ്രതീക്ഷാപൂർവ്വം പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി 12:30 മണിവരെയാണ് ആഘോഷങ്ങൾ. ശംഖുമുഖത്ത് നിന്നും PS ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് തലസ്ഥാനത്തെ ആ ന്യൂ ഇയർ വൈബ്? എങ്ങനെയാണ് ഈ ആഘോഷങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ഇപ്പോഴേ തുടങ്ങിയോ ആഘോഷങ്ങളൊക്കെ? അശ്വതി, ഞാൻ നിൽക്കുന്നത് അശ്വതി പറഞ്ഞ പോലെ തന്നെ ശംഖുമുഖത്ത് തന്നെയാണ്. പറയേണ്ടതില്ല, ഇവിടുത്തെ വൈബിൻ്റെ കാര്യം. തലസ്ഥാനമാകെ ഉണർന്നിരിക്കുകയാണ്. ഞാൻ വന്ന സമയം മുതൽ ഇവിടെ ഭയങ്കര തിരക്കാണ്, ആളുകളുടെ ഒരു ഒഴുക്കാണ്. ഈ ടൂറിസം മേഖലയിൽ പൊതുവെ കോവളമടക്കമുള്ള എല്ലായിടത്തും വളരെ വലിയ ഒരു ജനത്തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശംഖുമുഖത്തും അതിൻ്റേതായൊരു ആൾക്കൂട്ടം, ആൾബഹളം എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ഭയങ്കര വൈബിലാണ്. ചേട്ടാ, എങ്ങനെ നമ്മളെ ന്യൂ ഇയർ? സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലാവരും ഇവിടെ വൈബായിട്ട് ശംഖുമുഖത്ത് ആ ന്യൂ ഇയർ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്നാലും 12 മണിയായാലും ഇവിടുത്തെ ആൾക്കാരിലൊരു തിരക്ക് കുറയുമെന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം അത്രയും തിരക്ക് തന്നെയായിരിക്കും. കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് ഈ ഒരു ടൂറിസം മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, വർക്കല പോലുള്ള ടൂറിസം മേഖലകളിലെല്ലാം തന്നെ വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അതേ സുരക്ഷ തന്നെ ഇപ്പോൾ നമ്മുടെ ശംഖുമുഖത്തും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഒരു ബറ്റാലിയൻ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നിരവധി സുരക്ഷിതത്വത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകളാണ് മണിക്കൂറുകൾ കഴിയും തോറും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കുഞ്ഞു മക്കളടക്കം നിരവധി പേരാണ് ഈ ഒരു വൈബ് ആസ്വദിക്കാനും അതുപോലെ തന്നെ ന്യൂ ഇയർ ഈ ഒരു സ്ഥലത്ത് സെലിബ്രേറ്റ് ചെയ്യാനുമായിട്ട് എത്തിച്ചേരുന്നത്. ആരും പ്രായഭേദമന്യുള്ള എല്ലാവരും എത്തുന്നുണ്ട്. എല്ലാവരും ഭയങ്കര വൈബിലൊക്കെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? ന്യൂ ഇയർ പൊളിക്കാനാണോ വന്നേ? അടിപൊളി. എങ്ങനെ ശംഖുമുഖത്ത് വരാറുണ്ടോ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ? വരാറുണ്ട്. വേറെ ഒട്ടും പോവാതെ ശംഖുമുഖത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് വിചാരിച്ചു വന്നത്. എന്തായാലും വെറൈറ്റി ഒക്കെ പ്രതീക്ഷിച്ചാണ് ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അവരുടെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അമ്മ ഇവിടെ വരാറുണ്ടോ? ന്യൂ ഇയർ? തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അശ്വതി, ന്യൂ ഇയറിന്റെ ആ ഒരു വൈബ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് എന്നുള്ള അവരുടെ സംസാരത്തിൽ ബന്ധപ്പെട്ട് ഈ ശംഖുമുഖത്ത് എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അശ്വതി, ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ, നിരവധി സ്റ്റോളുകളാണ് ശംഖുമുഖത്ത് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ ഒരു DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ ന്യൂ ഇയർ ശംഖുമുഖത്ത്? അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. പൊളിക്കല്ലേ ന്യൂ ഇയർ? പൊളിക്കല്ലേ. ഒരു പൊളിയാണ്. ഇവിടെ DJ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളുകൾക്കായിട്ട്. പക്ഷേ എല്ലാവരും പുറത്തുള്ള ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് അവരുടെ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഫാമിലി അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരും തന്നെ വളരെയധികം വൈബിലാണ്. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ശംഖുമുഖം ഇഷ്ടമാണോ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ? വരാറുണ്ടോ? കുഞ്ഞു മക്കൾക്ക് അടക്കം ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും തന്നെ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ തിരക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ ശ്രീനന്ദ വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് ശ്രീനന്ദയുടെ ന്യൂ ഇയർ പരിപാടികൾ? അശ്വതി, ന്യൂ ഇയർ പരിപാടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. 12:30 വരെ നമ്മൾ തന്നെയാണ് ന്യൂ ഇയർ പ്രാവശ്യം ആഘോഷിക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു ആഘോഷം വേറൊരു വൈബായിരിക്കും, വേറെ ലെവലായിരിക്കും. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അശ്വതി. നമ്മുടെ ആളുകളിലൂടെ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നതിൽ എന്ത് സന്തോഷമാണ് വേറെ ഉള്ളത്? നമുക്ക് അത് സന്തോഷം തന്നെയാണ്. 2026 ഒരു പുതിയ തുടക്കം നമ്മുടെ ജനത്തിൽ കൂടെ നമുക്ക് തുടങ്ങിക്കൂടെ? നല്ല കാര്യമാണ്, വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ശ്രീനന്ദ, അപ്പോൾ പുതുവർഷ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അപ്പം വിശേഷങ്ങൾ എത്തിക്കുക. അപ്പോൾ അവിടെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കൂ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ശ്രീനന്ദ. യെസ്, ശ്രീനന്ദ ന്യൂ ഇയർ വൈബിലാണ്. പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുകയായിരുന്നു തലസ്ഥാനത്ത് ശംഖുമുഖത്ത് നിന്നും ശ്രീനന്ദ.